രൂപതയുടെ മീഡിയ ടീം ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന വോക്സ് ഏഞ്ചലസ് സീസൺ 3 പാർട്ട് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. എല്ലാവരെയും സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച രാജാതിരാജനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരു ഗാനം ആലപിക്കുന്നതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് ജോൺസസ് കുതിരത്തടം. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഹലോ ഓൾ, നിങ്ങളെല്ലാരും എക്സൈറ്റഡ് അല്ലേ? ഈ ഒരു ടീമിൽ കാണാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടി മുതൽ മുതിർന്നവർ വരെ ഇതിലുണ്ട്. ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു ടീമാണ് അല്ലേ? നിങ്ങൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ക്രിസ്മസ് രാവിലെ. സോ നിങ്ങളെല്ലാരും ഈ വോക്സ് ഏഞ്ചൽസ് ഫസ്റ്റ് ടൈം ആണോ? ഇതിന് മുൻപ് ഇങ്ങനെ പോവാറുണ്ടോ? കോമ്പറ്റീഷൻസിന് പോവാറുണ്ടോ? ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണല്ലേ. സോ ഇവിടെ വീണ്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ്. താങ്ക് യു. സ്വർഗത്തോടു ചേർന്നു നിന്നു പാടാം. താരകങ്ങളെ സാക്ഷിയാക്കിയ ദൈവസൂനുവി പുണ്യനാളിനെ മനുജനു മഹീതിരളിവോടു പകരുവാനാർദ്ര സ്നേഹമായി വന്ന പൈതലേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്മസ് രാവിലൊന്നു ചേർന്നു പാടാം, സ്വർഗത്തോടു ചേർന്നു നിന്നു പാടാം. പെയ്യുമാരാവിൽ തളിരിളം കുഞ്ഞു പൈതൽ, താരിളം പൂമേനിയിൽ അമ്മതൻ പൊൻചുംബനം, ഉണ്ണിതൻ പൊൻചുണ്ടിലോ തേനിഴും പാൽപുഞ്ചിരി, താരാട്ടുവാൻ മാലാഖമാർ, താരങ്ങളോ പൊൻദീപമായി ഭൂമി ജാതന പൊന്നിളം പൂമ്പൈതൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സംഗീതം 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 സംഗീതം, പാരിലിനി മുതൽ സന്തോഷം 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 സന്തോഷം. വാനിലുയരുമി സംഗീതം, പാരിലിനി മുതൽ സന്തോഷം. താരകങ്ങൾ പാട്ടുപാടി ലോകമൊന്നാ ഏറ്റുപാടി. ഗ്ലോറിയ 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 ഗ്ലോറിയ. ഹല്ലേലൂയ
രാജാതിരാജനിന്ന് മഞ്ഞു പോലെ പവിഴകാന്തിയോടെ അഴക് ചാർത്തി വന്നുദിച്ച ദിവ്യ താരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ, പൊൻപൈതലേ നിന്നെ വാഴ്ത്തിടും നിദാനങ്ങൾ, പൂനിലാവ് പെയ്യുന്ന വാഴ്വിന്റെ രാത്രിയിൽ ഗോശാലയിൽ ഗോജാതനായി രാജാതിരാജനിന്ന് വേദലഹേ താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി, തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. അന്ധകാരഭിത്തിൽ സ്നേഹഗീതമായി മഞ്ഞിൽ വന്നു ജാതനായ ദിവ്യസൂനുവേ, നന്മ തൻ വിത്തുകൾ ആരിതിൽ വിതച്ചിടാൻ താഴ്മയോടെ പുൽക്കുഴലിൽ ഉണ്ണി പിറന്നു. മാലാഖവൃന്ദങ്ങളും സ്വർഗീയ സൈന്യങ്ങളും മിന്നാമിന്നികളും നാഥനു സ്തുതി പാടുന്നു. ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് വേദലഹേ താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി, തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. ഈ ഒരു ടീം 2 പാട്ടാണ് നമുക്ക് വേണ്ടി പാടിയത്. ഒരു മെലഡി സോങ്ങും ഒരു എനർജറ്റിക് ആയിട്ടുള്ള സോങ്ങുമാണ്. നമ്മൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു. ഇനി നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. എനിവേ വണ്ടർഫുൾ സിംഗിങ് കേട്ടോ, എക്സലൻറ്റ്. നിങ്ങൾ പല പ്രായക്കാരും കാണുന്നതുകൊണ്ട് ഞാൻ ചോദിക്കും, നിങ്ങളൊരു ഇടവകയാണോ? ഇടവക. ഏതാണ് ഇടവക? സെന്റ് ജോൺ ചർച്ച് കുതിരത്തറ. അവിടുത്തെ കൊയർ മെമ്പേഴ്സാണോ നിങ്ങളെല്ലാവരും? കുറച്ച് പേര് കൊയറും കുറച്ച് പേര് അല്ലാത്തവരും. നന്നായി പാടാൻ കഴിവുണ്ടായിട്ടും കൊയറിൽ പോവാത്തവരാണോ അതോ സമയം കിട്ടാതെ? പക്ഷെ ഇങ്ങനെയുള്ള വേദികളും അവസരങ്ങളും അവരുപയോഗിക്കുന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം നമുക്ക് ദൈവം തന്ന മ്യൂസിക് എന്ന ഒരു ഗിഫ്റ്റ് അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ ശരിക്കും അതിന് വാല്യൂ ഉണ്ടാവുന്നത് കൂടുതൽ അവിടെയാണ്. അപ്പോൾ അത് ഒത്തിരി നല്ലതാണ്. നിങ്ങൾ അങ്ങനെ സമയമില്ലാത്തവരും ഇതിന് കണ്ടെത്തി കൊയറിനൊക്കെ വേണ്ടി ഇറങ്ങി വരുന്നത്. ഈ ഹല്ലേലൂയ അസാധ്യമായിട്ട് ബ്രെത്ത് വേണ്ടൊരു സാധനമാണല്ലോ. അത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പാടി ഒന്ന് ഞാനൊന്ന് കേട്ടോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാവ്, ദാറ്റ്സ് നൈസ്. അതൊരു ഭയങ്കര രസമുള്ളൊരു സാധനം കേൾക്കാനായിട്ട്. കാരണം അത്രയും ബ്രെത്ത് നമ്മൾ പിന്നെ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ലല്ലോ. അത്രയും ശരിക്കും നമ്മൾ ത്രോ ചെയ്യുക ശരിക്കും. അപ്പോൾ അത് നല്ല രസമായിട്ട് നിങ്ങളത് ലാൻഡിങ്ങും ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മെലഡി ആയിരുന്നു ആ പാട്ടിൻ്റെ തുടക്കവും. നല്ല മെലോഡിയസ് ആയിരുന്നു ഈ പാട്ട് ആസ് സച്ച്. ഇത് ഓൾറെഡി ഉള്ളൊരു പാട്ടാണല്ലോ അല്ലേ ഇത്? ഓക്കെ. അതുപോലെ തന്നെ മാലാഖ ഫുൾ ടൈം സ്മൈൽ ചെയ്ത് നിന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയായിരുന്നു കേട്ടോ.
പാട്ടുകാർ കുറച്ചൊക്കെ ടെൻഷൻ, പാട്ട് പിച്ച് ഔട്ടൊക്കെ ആവുമോ എന്നുള്ള പേടി കൊണ്ട് മുഖത്തൊക്കെ ഒരു എക്സ്പ്രഷൻ്റെ കുറവ് വന്നു. പക്ഷെ മാലാക ഇവിടെ വലിയ തമാശകളൊന്നും നടക്കുന്നില്ല, പക്ഷെ മാലാക ഫുൾ ടൈം ചിരിച്ച് ക്യാമറയിലൊക്കെ നോക്കി. മാലാക എപ്പോഴും അങ്ങനെയായിരിക്കണം കേട്ടോ. വണ്ടർഫുൾ. അതുപോലെ ഓർക്കസ്ട്രയിൽ നമ്മൾക്ക് കുറച്ച് ഒരു ലാഗ് ഫീൽ ചെയ്തു. അത് വേണമെങ്കിൽ കട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇടയിലും ഒരു ചെറിയ ലാഗ് വന്നു. പിന്നെ അടുത്ത പാട്ടിലേക്കും അത്രയ്ക്കും ഗ്യാപ്പ് വേണ്ടെന്ന് എനിക്ക് തോന്നി. അത് മാത്രമേ ഒരു കുറവായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് അത്രയൊക്കെ പറ്റുള്ളൂ. ഓക്കെ, എനിവേ ഗ്രേറ്റ് സിംഗിങ് കേട്ടോ. വണ്ടർഫുൾ. താങ്ക് യു സർ. എല്ലാവരും നന്നായി പാടി കേട്ടോ. ഈ മാലകക്കുട്ടിയുടെ പേരെന്താ? അഡ്രീന. അഡ്രീന. അത് ഭയങ്കര നോട്ടീസബിൾ ആയിരുന്നു, ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടി. എന്താ സോങ്സിൻ്റെ സെലക്ഷൻ ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സോങ് കുറച്ചും കൂടെ നല്ല സ്ലോ പേസ്ഡ്, ആ ഒരു ശാന്തമായ രാത്രിയുടെയൊക്കെ ഒരു വൈബ് കിട്ടുന്നൊരു പാട്ടായിരുന്നു. സെക്കൻഡ് സോങ് കുറച്ചും കൂടെ എനർജറ്റിക് ആയിരുന്നു. 2 സോങ്സും തമ്മിലുള്ള കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ സാധനം ആക്ച്വലി ഇങ്ങനെ പാടാന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല എന്നറിയാം. കാരണം പിന്നെ എല്ലാവരും ഒരുപോലെ ഒരേ രീതിയിൽ പാടിയത് അത് ഇറ്റ് ഡിസേർവ്സ് ആൻ അപ്രീസിയേഷൻ. കാരണം പിച്ച് പോകാനൊക്കെ ഭയങ്കര പെട്ടെന്ന് പിച്ച് പോകാൻ സാധ്യതയുള്ളൊരു സാധനമാണ് അത് അല്ലേ. കാരണം വളരെ കുറച്ച് ഡ്യൂറേഷനേ ഉള്ളൂ ഒരു നോട്ട്. പക്ഷെ എല്ലാവരും തന്നെ ഒരുപോലെ വളരെ യൂണിറ്റിയിൽ അത് പാടി. പിന്നെ ഹാർമണി, പാടിയ ഹാർമണിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹാർമണീസൊക്കെ ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാമായിരുന്നെന്ന് തോന്നി. കാരണം നല്ല സ്കോപ്പുള്ളൊരു പാട്ടായിരുന്നു. അതായത് ഹാർമണി ചെയ്ത് നല്ല രസം ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു ഇവൻ ഫസ്റ്റ് സോങ്ങൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഹാർമണിയൊക്കെ കയറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് നിങ്ങളെല്ലാവരും ചിരിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ. അപ്പോൾ ചിലരുടെയൊക്കെ ചിരി കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിരിച്ച് പാടുമ്പോൾ ആ ഒരു ജോയ് ഉണ്ടല്ലോ, ക്രിസ്മസിൻ്റെ ഒരു ജോയിൻ്റെ ഒരു ട്രാൻസ്ഫറാണ് നടക്കുന്നത് നിങ്ങളിങ്ങനെ ചിരിച്ച് പാടുമ്പോൾ. സോ ഓവറോൾ ഭയങ്കര നല്ലതായിരുന്നു. താങ്ക് യു. താങ്ക് യു. ആ മെയിൽ സിംഗറുടെ പേരെന്തായിരുന്നു? ജോ. ജോ. ജോ ജോ പാടുമ്പോൾ നോട്ട് തെറ്റാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുമ്പോഴും ചിരിക്കാനുള്ള ജോയുടെ എഫേർട്ട് അത് ഭയങ്കര മനോഹരമായിരുന്നു കാണാൻ. ജോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ചിരിക്കാനും. അന്ന് ആ നോട്ടിലേക്ക് അത്ര ശ്രദ്ധ കൊടുത്ത്. അപ്പോൾ ചിലത് നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് കാണാം, നോട്ടീസ് ചെയ്യാം. അതുകൊണ്ട് കൂടി പറഞ്ഞു കേട്ടോ. എനിവേ വണ്ടർഫുൾ ഗോയിങ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. മെറി ക്രിസ്മസ് ടു യു. മെറി ക്രിസ്മസ്. നമുക്ക് വേണ്ടി ഈ മനോഹരമായ പെർഫോമൻസ് കാഴ്ചവെച്ചത് സെന്റ് ജോൺസ് ചർച്ചിലെ ടീം അംഗങ്ങളാണ്. നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചറിയാം. നിങ്ങൾക്ക് ഈ വോക്സ് ഏഞ്ചലസ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അടിപൊളിയായിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ജഡ്ജസ് എടുത്തു പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ചിരിയെ പറ്റി. നിങ്ങൾ ത്രൂ ഔട്ട് ദ സോങ് ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പ്രത്യേകിച്ച് മാലാഗയുടെ ചിരി ജഡ്ജസ് എടുത്തു പറഞ്ഞു. സോ നിങ്ങളുടെ ആ ചിരിയുടെ രഹസ്യം എന്താണ്? ഇപ്പോഴും പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമായിരുന്നു നിങ്ങളുടെ ആ ഒരു ബർത്ത് ടേക്കിംഗ് പെർഫോമൻസ്. ആ ഒരു വേരിയേഷൻസ് വന്നതും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾക്കും കേൾക്കുന്നവർക്ക് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. സോ ഇനിയും ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.